children, let us start our class. Now we are going to learn the remaining part of a reporter speech. നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് റിപ്പോർട്ടർ സ്പീച്ചിലെ മൂന്നാമത്തെ ഭാഗമാണ്. അതായത് നമ്മൾ പഠിച്ച ഭാഗത്തിൻ്റെ ബാക്കിയുള്ള ഭാഗം ഇതാ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ മൂന്നാമത്തെ ഭാഗത്തേക്ക് കടക്കുന്നു. അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ചിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഭാഗം പഠിച്ചത് പ്രധാനപ്പെട്ട നിയമങ്ങൾ ഐ വന്നാൽ ഹി അല്ലെങ്കിൽ ഷീ ആയി മാറുന്നു, വി വന്നാൽ നമ്മൾ അതിനെ ദേ ആക്കുന്നു, അതുപോലെ തന്നെ സെഡ് ടു എന്ന് വരികയാണെങ്കിൽ നമ്മൾ പഠിച്ചതാണ്. ടോൾഡ് അത് വേറെയും മാറ്റങ്ങളുണ്ട്. ദെൻ ഈസ് ആം ആറ് വരികയാണെങ്കിൽ വാസ് ഓർ വേറായി മാറുന്നു. അതുപോലെ തന്നെ ഹാസ് ഹാവ് ഇവ വരികയാണെങ്കിൽ അത് ഹേഡാക്കി മാറ്റുന്നു. അതുപോലെ തന്നെ വാസ് ഓർ വേർ വരികയാണെങ്കിൽ അത് ഹാഡ് ബീനായി മാറുന്നു. അതുപോലെ തന്നെ ഡു രൂപം ഡസ് രൂപം ഡു ഓർ ഡസ് ഓഫ് ദി വെർബ് ബിക്കംസ് a did form. Then did form of the verb becomes had plus V3. അപ്പോൾ പൊതുവായ നിയമങ്ങൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അടുത്ത ഭാഗത്തേക്ക് അപ്പോൾ അടുത്ത് പറയുന്നുണ്ട് വില്ല് എന്തായി മാറുന്നു. വില്ല് വന്നാൽ അത് ഉഡാക്കി മാറ്റണം. ഷാല് വരികയാണെങ്കിൽ അത് നമ്മൾ ഉഡാവും. ഉഡോർ ഷുഡ് ആകും. ഉഡോർ എന്ത് ചെയ്യുന്നു ഷുഡ്, ഇതും എന്താവും ഷുഡാകാം. ദെൻ ക്യാൻ വന്നാൽ എന്താവുന്നു കുഡായി മാറുന്നു. മേ വന്നാൽ എന്താണ് മൈറ്റ് ആയി മാറുന്നു. മസ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഹാഡ് ടു ഓർ വുഡ് ഹാവ് ടു. പ്രസന്റ് മീനിങ്, ഫ്യൂച്ചർ മീനിങ്. അപ്പോൾ ഇത്രയും നിയമങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. റൂൾ നമ്പർ 10 ആക്കിയാണ്. റൂൾ നമ്പർ 10. ഇനി കുറേ നിയമങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ റൂൾ നമ്പർ 10 അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അത് ചോദ്യവാക്യങ്ങളെയാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ചോദ്യമാണ്. ഇതിൽ സെഡ് ടു എന്ന് വന്നു കഴിഞ്ഞാൽ മിക്കവാറും അത് എഴുതുന്നത് ആസ്ഡ് എന്നർത്ഥമാണ്. റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ടു ആണെങ്കിൽ അത് ആസ്ഡ് ആക്കേണ്ടതുണ്ട്. ആസ്ഡ് സാധാരണയായി ആസ്ഡ് ആക്കുന്നു. റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ടു എന്ന് വന്നാൽ അത് ആസ്ഡ് ആയി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കിടക്കുകയാണ്, ഒരു ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന നമ്മൾ അതിൽ ക്വസ്റ്റ്യൻ ബോൾ കിടക്കുന്ന ഒരു ചോദ്യം ഞാൻ ഇവിടെ എഴുതുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് വാട്ട് ആർ യു. ശ്രദ്ധിക്കുക, രാമു പറയുക. വാട്ട് ആർ യു ഡൂയിങ്. ക്വസ്റ്റ്യൻ മാർക്ക്. സീത. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. സീത. ഐ ആം റൈറ്റിംഗ് ഗ്രാമർ. ഐ ആം റൈറ്റിംഗ് ഗ്രാമർ. അപ്പോൾ ഇതൊരു ഡയലോഗാണ്. നമ്മൾ രാമു പറയുകയാണ്, ചോദിക്കുകയാണ്, വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താണ് ചെയ്യുന്നത്? സീത ഉത്തരം പറയുന്നത് ഐ ആം റൈറ്റിംഗ് ഗ്രാമർ, ഞാൻ വ്യാകരണം എഴുതുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉത്തരമാണ് നമ്മൾ, ഇതൊരു ചോദ്യമാണ്. അപ്പോൾ ചോദ്യചിഹ്നത്തിൽ അവസാനിച്ചിരിക്കുന്നത് കൊണ്ട് അതൊരു ചോദ്യമാണ്.
അപ്പോൾ തന്നിരിക്കുന്ന വാക്യം ഇത് ചോദ്യമായതുകൊണ്ട് അതിനെയാണ് നമ്മൾ ഇന്ററോഗേറ്റീവ് എന്ന് വിളിക്കുന്നത്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് തന്നു കഴിഞ്ഞാൽ അതിനെ റിപ്പോർട്ടർ സ്പീച്ച് ആക്കാനായിട്ട് ഏറ്റവും ലളിതമായ ഒരു മാർഗമുണ്ട്. ഞാനിത് മുകളിലേക്ക് തന്നെ ഇറൈസ് ചെയ്യുകയാണ്. നമ്മൾ അതിലേക്ക് കിടക്കുകയാണ്. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് സ്പീക്കർ, സംസാരിക്കുന്ന ആള് രാമുവാണ്. അതിന്റെ നിയമം എഴുതുകയാണ്. സ്പീക്കർ, ഇതാണ് നമ്മൾ ബൈ ഹാർട്ടായി പഠിക്കേണ്ടത്. സ്പീക്കർ എഴുതി കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വാക്യം ചോദ്യമാണ് എങ്കിൽ ചോദ്യം നോക്കുമ്പോൾ ചോദ്യവാക്ക് നോക്കിയിട്ടല്ല ചോദ്യം നമ്മൾ വിലയിരുത്തുക. അവസാനം ചോദ്യചിഹ്നമുണ്ടോ എന്ന് നോക്കുക. അവസാനം ചോദ്യചിഹ്നമുണ്ടെങ്കിൽ അത് ചോദ്യമായിരിക്കും. ചോദ്യവാക്ക് നോക്കേണ്ട, ക്വസ്റ്റ്യൻ വേർഡ് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ചോദ്യവാക്ക് ചോദ്യമായതുകൊണ്ട് സെഡ് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആസ്ഡ് എന്ന് എഴുതുന്നു. അപ്പോൾ സ്പീക്കർ ആസ്ഡ്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അടുത്ത ലിസണർ ആരാ? രാമു പറയുന്നത് കേൾക്കുന്നത് സീതയാണ്. അപ്പോൾ പ്ലസ് എന്താണ്? ലിസണർ നോക്കണം. സ്പീക്കർ ആസ്ഡ് ലിസണർ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേണ്ടതാണ് ക്വസ്റ്റ്യൻ വേർഡാണ്. ക്വസ്റ്റ്യൻ വേർഡിന് ഞാൻ QW എന്ന് എഴുതുന്നു. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഇപ്പം എഴുതിയാണ്. എന്താണ്? സബ്ജക്റ്റ് വേണം. സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഉടനെ AV മീൻസ് ആക്സിലറി verb. Then the remaining part of the sentence at last put a full stop. അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? റിപ്പോർട്ടർ സ്പീച്ച് ആക്കുന്നതിലേക്ക് വേണ്ടി ഇന്ററോഗേറ്റീവ് സെന്റൻസ്, പ്രത്യേകിച്ചും ചോദ്യവാക്കിൽ ആരംഭിക്കുന്ന ആ റിപ്പോർട്ടർ സ്പീച്ച് എഴുതേണ്ട രീതി എന്ന് പറയും. നമുക്ക് നോക്കാം. സ്പീക്കർ ആരാ? രാമു. എഴുതുകയാണ്. രാമു എഴുതി കഴിഞ്ഞു. എന്താണ്? സ്പീക്കർ ആരാ? രാമു നമ്മൾ എഴുതി കഴിഞ്ഞു. അടുത്ത് എന്ത് ചെയ്യുന്നു? തന്നിരിക്കുന്നത് ചോദ്യമായതുകൊണ്ട് ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ക്വസ്റ്റ്യൻ വേർഡ് നോക്കിയിട്ടല്ല നമ്മൾ നോക്കുക, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ നോക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യൻ വേർഡ് ഉള്ളത് കൊണ്ട്, അത് ചോദ്യമായതുകൊണ്ട് സെഡ് ടു എന്ന് പറയുന്ന എന്ത് ചെയ്യുന്നു? ആ റിപ്പോർട്ടിംഗ് വെർബിന് പകരമായി നമ്മൾ ആസ്ഡ് എഴുതി. വെറിയുണ്ട്, ആസ്ഡ് എഴുതി കഴിഞ്ഞു. ആസ്ഡ് എഴുതിയതിന് ശേഷം നമ്മൾ നോക്കേണ്ടത്, അപ്പോൾ നമ്മൾ ആസ്ഡ് എഴുതി കഴിഞ്ഞു. ഇനി ലിസണർ എന്ന് വെച്ചാൽ കേൾക്കുന്ന ആള്. കേൾക്കുന്ന രാമു സംസാരിക്കുന്നത്, കേൾക്കുന്നത് സീതയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? സീതയെ നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സ്പീക്കർ എഴുതി, ആസ്ഡ് എഴുതി, ലിസണർ എഴുതി. ഇനി വേണ്ടത് ചോദ്യവാക്കാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പഠിച്ച ചോദ്യങ്ങൾ, അതായത് അസർട്ടീവ് സെന്റൻസിൽ എന്ത് ചെയ്യുന്നു? ചോദ്യവാക്യം അല്ലാത്ത വാക്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കണക്റ്റീവ് വേർഡായിട്ട് നമ്മൾ ദാറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഏത് ഉപയോഗിക്കുന്നില്ല? ദാറ്റ് ഉപയോഗിക്കുന്നില്ല. ഇവിടെ ദാറ്റ് എന്താണ്? ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കണക്റ്റിംഗ് വേർഡായിട്ട് ദാറ്റ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അടുത്ത എഴുതേണ്ട ക്വസ്റ്റ്യൻ വേർഡാണ്. ക്വസ്റ്റ്യൻ വേർഡ് ഇതാ കിടക്കുന്നത്. ക്വസ്റ്റ്യൻ വേർഡ് വലിയ അക്ഷരമായിരിക്കും, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും ചോദ്യത്തിൽ ഉണ്ടാവുക. അത് നമ്മൾ സ്മാൾ ലെറ്ററിൽ എഴുതാവും. എന്താണ്? വാട്ട് എഴുതി കഴിഞ്ഞു. ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ എഴുതുമ്പോഴേക്കും വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹായക്രിയയ്ക്ക് ശേഷം ഓക്സിലറി വെർബിന് എന്താണ്? മുൻഭാഗത്തുള്ളതെല്ലാം ചോദ്യവാക്കായിരിക്കും. ഉദാഹരണമായി നോക്കുക. ഹൗ മെനി ചിൽഡ്രൻ ഹാവ് യു? ഹൗ മെനി ചിൽഡ്രൻ ഹാവ് യു? അപ്പോൾ ഇവിടത്തെ സഹായക്രിയ എന്ന് പറയുന്നത് ഹാവ് ആണ്. അപ്പോൾ ഹാവിന്റെ മുൻഭാഗത്തുള്ളത് ഹൗ മെനി മാത്രമല്ല, ഹൗ മെനി ചിൽഡ്രൻ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ വേർഡായി പരിഗണിക്കുന്നത്. അപ്പോൾ സഹായക്രിയയ്ക്ക് മുൻഭാഗത്തുള്ള ഇത് സഹായക്രിയയാണ്. സഹായക്രിയയുടെ ഇത് AV ആക്സിലറി വെർബാണ്. അവയ്ക്ക് മുൻപുള്ളത്, അവയ്ക്ക് ഇപ്പുറത്തുള്ളത് വാട്ടാണ്. അതുകൊണ്ട് വാട്ട് ഫുൾ എഴുതി. ഇതാ നോക്കിയേ. അപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, വാട്ട് എഴുതി കഴിഞ്ഞു. ഞാൻ അത് മാറ്റിയ. അപ്പോൾ നമ്മൾ നോക്കുക എന്താ പറഞ്ഞത്? സ്പീക്കർ എഴുതി, ആസ്ഡ് എഴുതി, ലിസണർ എഴുതി, ക്വസ്റ്റ്യൻ വേർഡ് എഴുതി. ഇനി എന്താ വേണ്ടി? സബ്ജക്റ്റ്. അവിടെയാണ് ശ്രദ്ധിക്കുക.
ഇവിടെ നമ്മൾ ചോദ്യത്തിൽ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ ഉടനെ ആക്സിലറി വെർബ് വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത് സബ്ജക്റ്റ് വരുന്നത്. സബ്ജക്റ്റ് ഇതാണ്, യു ആണ് സബ്ജക്റ്റ്. യുവിന്റെ മാറ്റത്തെ കുറിച്ച് കഴിഞ്ഞ അല്ലെങ്കിൽ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാണ്. യു എന്ന് വന്നു കഴിഞ്ഞാൽ നീ എന്ന്, രാമു നീ എന്ന് പറയുകയാണ്. നീ എന്ന് പറയുമ്പോൾ ആരാണ്? സീതയാണ്. അപ്പോൾ സെഡ് ടു ഹെർ എന്നാണ് നമ്മൾ എടുക്കുക. നമ്മൾ യുവിന്റെ മാറ്റങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ വീഡിയോ, റിപ്പോർട്ടർ സ്പീച്ചിലെ രണ്ടാമത്തെ വീഡിയോ കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സീത എന്ന് പറയുന്നുണ്ട്. സീത എന്ന് പറയുമ്പോൾ യു എന്ന് പറയുമ്പോൾ സീതയാണ്. ആ സീത എഴുതി കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടാണ്. അടുത്തെന്താണ്? അത് കഴിഞ്ഞ് സബ്ജക്റ്റ് ആണ് വേണ്ടത്. ഇവിടെ സബ്ജക്റ്റ് യു ആണ്. യുവിന്റെ മാറ്റത്തെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ രാമു എന്ന് പറയുന്ന, രാമു നീ എന്ന് പറയുന്നു. നീ എന്ന് പറയുമ്പോൾ സീതയാണ്. എന്താണ്? ചേഞ്ചസ് യുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അത് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? പെൺകുട്ടി ആയതുകൊണ്ട് യു എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഷീ ആയി മാറി. ദെൻ സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞു. അടുത്ത ആക്സിലറി വെർബ്, സഹായക്രിയ ഇതാണ്. അപ്പോൾ ആ ആറാണ് ഇവിടെ സഹായക്രിയ വന്നിട്ടുള്ളത്. ആറ് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ നിയമം അനുസരിച്ച് ഈസ്, ആം, ആറ്, ഈസ്, ആം, ആർ ഇൻ റിപ്പോർട്ട് സ്പീച്ച് ഈസ്, ആം, ആർ ബിക്കംസ് വാസ് ഓർ വെയർ, വാസ് ഓർ വെയർ. അപ്പോൾ ഇവിടെ ഷീ എന്ന് പറയുന്നത് ഏകവചനമായതുകൊണ്ട്, ഷീ എന്ന് പറയുന്നത് ഏകവചനമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ആറെന്നുള്ളത് എന്തായി മാറി? വാസായി മാറി. ഇതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ച് അതിലേക്ക് മാറ്റുമ്പോൾ ഈസ്, ആം, ആറ് എന്നുള്ളത് വാസോ വെയറോ ആക്കി മാറ്റണം. വാസ് സിംഗുലറും വെയർ പ്ലൂറലുമാണ്, അല്ലെങ്കിൽ ബഹുവചനവുമാണ്. ഷീ എന്ന് പറയുന്നത് ഏകവചനമായതുകൊണ്ട് ഈ ആറ് എന്നുള്ളത് വാസായി മാറി. ദെൻ ഡാഷ് ഡാഷ് റിമൈനിങ് പാർട്ട് ഓഫ് ദി സെന്റൻസ് ഫോർ ദ റെസ്റ്റ് ഓഫ് ദി സെന്റൻസ്, അവശേഷിക്കുന്ന ഭാഗം ഇവിടെ എന്താ ഉള്ളത്? ഡൂയിങ് ആണ്. ഡൂയിങ് എഴുതി കഴിഞ്ഞു. നിർബന്ധമായും ചോദ്യചിഹ്നം ഇടാൻ പാടില്ല. അതിന് പകരം നമ്മൾ ഇടേണ്ടത് ഫുൾ സ്റ്റാഫ് ആണ്. ഫുൾ സ്റ്റാഫ് ഇട്ട് കഴിഞ്ഞു. നോക്കുക, രാമു ആസ്ക്ഡ് സീത വാട്ട് ഷീ വാസ് ഡൂയിങ്. അപ്പോൾ ഇതിന്റെ ഉത്തരമായി കഴിഞ്ഞു. ഇനി ഇതിന്റെ ഉത്തരം എങ്ങനെയെന്ന് നോക്കാം. സീത എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് റിപ്ലൈഡ്. റിപ്ലൈഡ്, സീത റിപ്ലൈഡ് ദാറ്റ്. നോക്കുക, സീത റിപ്ലൈഡ് ദാറ്റ്. വേണമെങ്കിൽ എഴുതാം സീത റിപ്ലൈഡ് രാമു ദാറ്റ് എന്ന് എഴുതാം. അത് വേണ്ട. സീത റിപ്ലൈഡ് ദാറ്റ്. നമ്മൾ നേരത്തെ പഠിച്ച നിയമത്തിലേക്ക് ഐ വന്നാൽ എന്തായി മാറുന്നു? ഒന്നെങ്കിൽ ഹിയോ ഷിയോ ആയി മാറുന്നു. ഐ വന്നാൽ സംസാരിക്കുന്ന ആളിനെയാണ് നമ്മൾ നോക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഐ വന്നത് കൊണ്ട് ഇവിടെ സംസാരിച്ച ആള് സീത ഒരു പെൺകുട്ടി ആയതുകൊണ്ട്, ഫെമിനിയൻ ജെൻഡർ ആയതുകൊണ്ട് ഈ ഐ എന്നുള്ളത് ഷീ ആയി മാറുന്നു. അത് സ്മാൾ ലെറ്റർ ആണ് എഴുതേണ്ടത്. നോക്കുക, സീത റിപ്ലൈഡ് ദാറ്റ് ഷീ. നമ്മൾ പഠിച്ച നിയമം നോക്കി. ഈസാമാർ വന്നാൽ വാസോ വേറോ ആയി മാറുന്നു. ഷീ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വാസായി. ഷീ വാസ്. ബാക്കി എന്താ എഴുതുക? ഷീ വാസ് റൈറ്റിംഗ്. ഷീ വാസ് റൈറ്റിംഗ് ഗ്രാമർ. ഷീ വാസ് റൈറ്റിംഗ് ഗ്രാമർ. അപ്പോൾ ഉത്തരമായി സീത റിപ്ലൈഡ് ദാറ്റ് ഷീ വാസ് റൈറ്റിംഗ് ഗ്രാമർ. സീത റിപ്ലൈഡ് ദാറ്റ് ഷീ വാസ് റൈറ്റിംഗ് ഗ്രാമർ. ദെൻ നെക്സ്റ്റ് അനദർ എക്സാമ്പിളിലേക്ക് വരികയാണ്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അനദർ എക്സാമ്പിൾ എന്താണ്? അനദർ എക്സാമ്പിൾ നോക്കുക. രാധ പറയുകയാണ്. രാധ പറയുകയാണ്. ഹു ആർ യു? ഹു ആർ യു? മണി പറയുകയാണ്. എന്താണ്? ഐ ആം. എന്താണ്? മണി. ഞാൻ മണിയാണ്. ഞാൻ മണിയാണ്. അപ്പൊ നമ്മൾ നോക്കിയേ, ഇതെങ്ങനെ നോക്കി. അപ്പൊ സ്പീക്കർ ആരാ? രാധ. എഴുതി കഴിഞ്ഞു. അടുത്തെന്താ എഴുതുക? ആസ്ഡ് എഴുതി കഴിഞ്ഞു. ആസ്ഡ് എഴുതി കഴിഞ്ഞു. അടുത്തെന്താണ്? ലിസണർ ആരാണ്? മണിയാണ്. മണി എഴുതി കഴിഞ്ഞു. അടുത്തെന്താ വേണ്ടത്? ചോദ്യവാക്കാണ് അല്ലെ? ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? ഹൂ. ഹൂ ഉച്ചക്ഷരത്തിൽ എഴുതി കഴിഞ്ഞു. അടുത്തെന്താ എഴുതേണ്ടത്? സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ഇതല്ല സബ്ജക്റ്റ്, ഇത് സഹായക്രിയയാണ് യു.
അപ്പോൾ രാധ യു എന്ന് പറഞ്ഞാൽ എന്താണ്? മണിയാണ്. മണി ആണായതുകൊണ്ട് ഈ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് ഷീ എന്താണ്? ഹി ആയി മാറുന്നു. അപ്പോൾ ഹി എഴുതി കഴിഞ്ഞു. അടുത്തെന്താ വേണ്ടത്? ആക്സിലറി വെർബ് ആരാണ്? ആറ്. ആറ് എന്ന് പറഞ്ഞാൽ ഈസാമാർ വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാസോ വേറുവായി മാറുന്നു. അതുകൊണ്ട് ഹി ഏകവചനമായതുകൊണ്ട് വാസ് എഴുതി, ഫുൾ സ്റ്റോപ്പ്. ഇനി വേറെ എഴുതാനില്ലാത്തതുകൊണ്ട് എന്താണ്? ഹൂ ഹി വാസ്. അപ്പോൾ മണി പറയുകയാണ്, മണി നോക്കിക്കോളാം. റിപ്ലൈഡ് ദാറ്റ്. ഇത് ചോദ്യമല്ലാത്തത് കൊണ്ടാണ് ദാറ്റ് കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ചത്. മണി റിപ്ലൈഡ് ദാറ്റ്. ഐ എന്ന് പറയുമ്പോൾ മണി ആയതുകൊണ്ട് ഹി ആണ് എഴുതി. ആമോദായി മാറുന്നു. ഹി വാസ്. എന്തായാലും നമ്മൾ മണി, താൻ മണിയായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അടുത്ത വേറൊരു ചോദ്യത്തിലേക്ക് വരികയാണ്. എന്താണ്? ക്വസ്റ്റ്യൻ മോഡലിലെ ചോദ്യത്തിലേക്ക്. അതായത് 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ചോദിക്കുന്ന ഒരു മോഡലിലേക്ക് ഞാൻ വരികയാണ്. ഇപ്പോൾ ഞാൻ എഴുതാൻ പോകുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ ഉള്ളൊരു ചോദ്യമാണ്. റേ പറയുകയാണ്. റേ പറയുക. എന്താ പറഞ്ഞത്? വൈ ഡിഡ് യു ബ്രിങ് 2 tigers? ഇതാണ് വൈ ഡിഡ് യു ബ്രിങ്. വൈ ഡിഡ് യു ബ്രിങ് 2 tigers? Why did you bring 2 tigers? Question mark. അപ്പോൾ അടുത്ത് പറയുകയാണ്. ഇതിൽ പറയുന്നത് എന്താണ്? തൊറാട്ട് പറയുക. I decided to play it safe. 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 നമ്മൾ നോക്കുക ഇതെങ്ങനെയാണ് നോക്കിയേ. അപ്പോൾ ഇതിൽ താഴെ ചോദ്യങ്ങളുണ്ട്. What did Ray ask? Then what was Thorat's reply? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എഴുതുകയാണ്. ഇതിന്റെ ഉത്തരം എഴുതുകയാണ്. സ്പീക്കർ റേ എഴുതി കഴിഞ്ഞു. നോക്കുക, റേ എഴുതി കഴിഞ്ഞു. അടുത്തെന്താ എഴുതേണ്ടത്? ചോദ്യമായതുകൊണ്ട് ആസ്ഡ് എഴുതി. ആസ്ഡ് എഴുതി കഴിഞ്ഞു. അടുത്തെന്താ വേണ്ടത്? ലിസണർ ആരാണ്? തൊറാട്ട്. തൊറാട്ട് എഴുതി കഴിഞ്ഞു. അടുത്തെന്താ വേണ്ടത്? ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? ഒയ് എഴുതി കഴിഞ്ഞു. അടുത്തെന്താ വേണ്ടേ? സബ്ജക്റ്റ് യു ആണ്. ഇത് ക്വസ്റ്റ്യൻ വേർഡ്, സഹായക്രിയ, സബ്ജക്റ്റ്. ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? യു എന്ന് പറയുമ്പോൾ തൊറാട്ട് ഒരു മെയിലാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? മസ്കുലിൻ ജെൻഡർ ആണ്. അതുകൊണ്ട് ഇത് എന്തായി മാറി? ഹി ആയി മാറി. യു എന്ന് പറയുമ്പോൾ ഇതാണായതുകൊണ്ട് ഹി ആയി മാറി. അടുത്തെന്താ വേണ്ടത്? ആക്സിലറി വെർബ്. നോക്കിയേ, did form of the verb in report of speech. Did form of the verb becomes എന്താ പറഞ്ഞേ? നമ്മൾ പഠിച്ച നിയമത്തിലുണ്ട്. Did form of the verb becomes had plus v3. Did form of the verb becomes had plus v3. അപ്പോൾ did വന്നതുകൊണ്ട് അതിന്റെ നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. had കഴിഞ്ഞ് എഴുതണം. അപ്പോൾ did നിന്ന് had എഴുതിയിട്ട് ഡിഡ് രൂപം വന്നതുകൊണ്ട് അതിന്റെ നിയമം ഇങ്ങനെയാണ്. ഹാഡ് കഴിഞ്ഞിട്ട് ക്രിയയുടെ മൂന്നാമത്തെ രൂപം എഴുതണം. v3 രൂപം എഴുതണം. ഹാഡ് v3. ബ്രിങ്ങിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ബ്രോട്ട്. എന്താണ് എഴുതേണ്ടത്? ഹാഡ് ബ്രോട്ട്. BROUGHT. ബ്രോട്ട്. ഹാഡ് ബ്രോട്ട്. ഇനി എന്താ എഴുതേണ്ടത്? ഈ ഡിഡ് ആണ്. ഡിഡ് ബ്രിങ് ആണ്. എന്തായി ഹാഡ് ബ്രോട്ട്. അടുത്താണ് ഹാഡ് ബ്രോട്ട് 2 tigers. എന്താണ്? 2 tigers. അവസാനം നിർബന്ധമായി ഫുൾ സ്റ്റോപ്പ് ഇടാവൂ. അപ്പൊ നോക്കിയോ, റേ ആസ്ക്ഡ് തൊറാട്ട് വൈ ഹി ഹാഡ് ബ്രോട്ട് 2 tigers. നിർബന്ധമായി അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ പാടില്ല, ചോദ്യചിഹ്നം ഇടാൻ പാടില്ല, ഫുൾ സ്റ്റോപ്പ് ഇടാവൂ എന്നുള്ളതാണ്. നെക്സ്റ്റ് അടുത്ത് നോക്കിയോ. അടുത്ത ഇതിന്റെ ഉത്തരം ഞാൻ മാർക്ക് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എഴുതാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നു? അടുത്തയിലേക്ക് നമ്മൾ വരികയാണ്.
അടുത്ത് നോക്കി എന്താ പറയുക നോക്കുക. Thorax എന്താണ് റിപ്ലൈഡ് ദാറ്റ്. തൊറാട്ട റിപ്ലൈഡ് ദാറ്റ്. തൊറാട്ട ഒരു പുരുഷനായി അല്ലെങ്കിൽ മെയിലായിട്ട് കണക്കാക്കുന്നത് കൊണ്ട് മസ്കുലിൻ ജെൻഡർ ആയതുകൊണ്ട് ഐ എന്നുള്ളത് എന്തായി മാറി? കുറ്റക്ഷരത്തിലാണ് എഴുതുക, സ്മാൾ ലെറ്റർ ഹി എഴുതി. അപ്പോൾ ഡിസൈഡ് എച്ച് എന്ന് ശ്രദ്ധിക്കൂ. ഡിസൈഡ് എച്ച് ഇ ഡിയുടെ കീയാണ്. അപ്പോൾ ഡിസൈഡ് എന്ന് പറയുന്നത് ഏതാണ്? ഡിഡ് രൂപമാണ്. നമ്മൾ നോക്കണം, ഡിഡ് രൂപമാണ്. അപ്പോൾ ഡിസൈഡ് എന്ന് വെച്ചാൽ ഇ ഡി അല്ലെങ്കിൽ ഇ ഡിയിൽ അവസാനിച്ചിരിക്കുന്നത് കൊണ്ട് അത് ഡിഡ് രൂപമാണ്. ഡിഡ് രൂപം എന്ന നിയമം ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ്? ഹാഡ് പ്ലസ് V3. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇ ഡിയിൽ അവസാനിച്ച ഡിഡ് രൂപമാണ്. ഡിഡ് അപ്പോൾ ഈ ഇ ഡിയിൽ അവസാനിച്ച ഡിഡ് രൂപമാണ്. ഡിഡ് രൂപമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഹാഡ് എഴുതി. ഹാഡ് എഴുതിയിട്ട് ഈ ക്രിയയുടെ മൂന്നാമത്തെ രൂപം എഴുതണം. അപ്പോൾ മൂന്നാമത്തെ രൂപം ഏത് തന്നെയാണ്? ഡിസൈഡഡ് തന്നെയാണ്. ഡിസൈഡഡ്. അടുത്ത എന്താ എഴുതേണ്ടത്? ടു പ്ലേ ഇറ്റ് സേഫ്. എന്താണ്? ടു പ്ലേ ഇറ്റ് സേഫ്. തീർന്നു. അപ്പോൾ ഇവിടെ വന്നതാണ് ഡിസൈഡഡ് ആയതുകൊണ്ടാണ് ഹാഡ് പ്ലേഡ് ആയി മാറുക. ഹാഡ് ഡിസൈഡ്. മറ്റൊരു എക്സാമ്പിളിലേക്ക് നമുക്ക് നോക്കാം. അതായത് ഡോക്ടറാണ് പറയുന്നത്, അതും ഇതിലുള്ളതാണ്. ഏത് ക്വസ്റ്റ്യൻ ബ്ലൂ ഡോക്ടർ പറയുകയാണ്. എന്താണ്? വാട്ട് ഡു യു വാണ്ട്? എന്താണ്? വാട്ട് ഡു യു വാണ്ട്? വാട്ട് ഡു യു വാണ്ട്? നിങ്ങൾക്ക് എന്താണ് ആവശ്യം? അപ്പൊ ജോൺ പറയുകയാണ്. ഐ വാണ്ട് ടു സ്പീക്ക് ടു യു. ഐ want to speak to you. I want to speak to you. I want to speak to you. ഇപ്പൊ എങ്ങനെ നോക്കിയേ? സ്പീക്കർ, ഡോക്ടർ തന്നല്ലോ. അടുത്തെന്താ എഴുതി? ആസ്ഡ് എഴുതി കഴിഞ്ഞു. ലിസണർ ആരാണ്? ജോൺ എഴുതി കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ചോദ്യവാക്ക്. ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ഇവിടെ എന്താ എഴുതേണ്ടത്? വാട്ടാണ്. കൊച്ചക്ഷരം സ്മാൾ ലെറ്റർ എഴുതി കഴിഞ്ഞു. അടുത്ത് വേണ്ടത് എന്താണ്? സബ്ജക്റ്റ് ആണ് വേണ്ടത്. സബ്ജക്റ്റ് ഏതാണ്? യു ആണ്. യു എന്ന് പറയുമ്പോൾ ജോൺ ഒരു പുരുഷനായതുകൊണ്ട് മെയിൽ ആയതുകൊണ്ട് അതെന്തായി മാറി? ഹി ആയി മാറി. നമ്മളൊന്ന് ശ്രദ്ധിക്കൂ. അടുത്ത എന്താ വേണ്ടത്? ആക്സിലറി വെർബ് ഡു. നമ്മൾ റിപ്പോർട്ട് ഓഫ് സ്പീച്ച് പഠിച്ചിട്ടുണ്ട്. Do form of the verb becomes did form of the verb. Do or does form of the verb becomes did form of the verb. അപ്പോൾ do എന്നുള്ളത് എന്തായി മാറി? ഡിഡ് എഴുതി കഴിഞ്ഞു. ഡിഡ് എഴുതി കഴിഞ്ഞിട്ട് എന്താ? സഹായക്രിയ എഴുതി കഴിഞ്ഞു. അടുത്ത റിമൈനിങ് പാർട്ട് എന്താ ഉള്ളത്? വാണ്ട്സ് അല്ലേ? വാണ്ട്സ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡിഡ് പ്ലസ് നോക്കിയേ. ഡിഡ് പ്ലസ് വാണ്ട്. ഡിഡ് പ്ലസ് വാണ്ട്. ഡിഡും വാണ്ടും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ ഡിഡ് പ്ലസ് വാണ്ട് എന്തായി മാറുന്നു? വാണ്ടച്ചായി മാറും. ഡിഡ് പ്ലസ് വാണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഡിഡ് പ്ലസ് വാണ്ട് എന്നുള്ളത് എന്തായി മാറുന്നു? അപ്പോൾ ഡിഡും വാണ്ടും കൂടി ഒരുമിച്ച് യോജിക്കുന്നു. അപ്പോൾ എന്തായി മാറുന്നു? വാണ്ടഡായി മാറുന്നു. നമ്മൾ എഴുതേണ്ടത് ഈ വാണ്ടഡാണ്. വാണ്ടഡ് എഴുതി. നമുക്ക് ഡോക്ടർ ആസ്ക്ഡ് ജോൺ വാട്ട് ഹി വാണ്ടഡ്. ഡിഡ് വാണ്ട് എന്ന പരീക്ഷയ്ക്ക് എഴുതേണ്ട കാര്യമില്ല. ഡിഡ് വന്നത് ചെയ്യുന്നു? പ്രധാന ക്രിയയിൽ യോജിക്കുന്നു. അങ്ങനെ അത് വാണ്ടഡായി മാറി. ഫുൾ സ്റ്റോപ്പ്. വാട്ട് ഹി വാണ്ടഡ് ഫുൾ സ്റ്റോപ്പ് ആയി കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ഉത്തരമായി കഴിഞ്ഞു. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡു ഓർ ഡസോ വരികയാണെങ്കിൽ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു? ഉത്തരത്തിൽ സംഭവിക്കുന്നു. ഉത്തരത്തിൽ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളത്. ഉത്തരത്തിൽ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ദെൻ അടുത്ത ഇത് മാറ്റിച്ചാലേ അടുത്ത ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. നമ്മൾ മാറ്റിയാണ്. എന്താണ്? ഇവിടെ ടു യു എന്നാണ്. എന്താണ്? ടു യു എന്നുള്ളതാണ്. നോക്കുക. ജോൺ റിപ്ലൈഡ്. എന്താ റിപ്ലൈഡ്? കാരണം ചോദ്യമല്ലാത്തതുകൊണ്ടാണ്. റിപ്ലൈഡ് ദാറ്റ്. ജോൺ റിപ്ലൈഡ് ദാറ്റ്. ഐ എന്നുള്ളത് എന്താ? ജോൺ ആയതുകൊണ്ട് എന്തായി മാറി? ഹി ആയി മാറി. ഹി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? വാണ്ട്. നോക്കുക. വാണ്ട് ഏത് രൂപമാണ്? ഡു രൂപമല്ലേ?
എസ് വന്നാൽ ഡസ് രൂപമാകില്ലേ, ഇഡി വന്നാൽ ഡിഡ് രൂപമാകില്ലേ. അപ്പോൾ എന്താണ്, വാണ്ട് ഡു രൂപമായതുകൊണ്ട് അത് ഡിഡ് രൂപമാവണം. ഡിഡ് രൂപമാകുമ്പോൾ എന്തായി മാറുന്നു, വാണ്ടഡ് ആയി മാറും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാണ്ടഡ്. അടുത്ത ടു, സ്പീക്കിനൊന്നും മാറ്റമില്ല, സ്പീക്ക്. ടു യു എന്ന് പറയുന്നു, ജോൺ യു എന്ന് പറയുകയാണ്, ഓബ്ജക്റ്റ് ആണ്. യു എന്ന് പറയുമ്പോൾ ആരാണ്, ഡോക്ടറാണ്. ഡോക്ടർ ആയതുകൊണ്ട്, ഓബ്ജക്റ്റ് ആയതുകൊണ്ട് ടു എന്തായി മാറുന്നു, ഹിമ്മായി മാറുന്നു. യു എന്നുള്ളത് ഹിമ്മായി മാറുന്നു. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ജോൺ പറയുന്നു നീ എന്നാണ് പറയുന്നത്. നീ എന്ന് പറയുമ്പോൾ ആരാണ്, ഡോക്ടറാണ്. ഡോക്ടർ പുരുഷനായതുകൊണ്ട് ഓബ്ജക്റ്റിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഈ യു എന്നുള്ളത് ഹിമ്മായി മാറി. നോക്കുക, ജോൺ റിപ്ലൈഡ് ദാറ്റ് he wanted to speak to him. he എന്ന് പറയുന്ന ജോൺ ആണ്. he wanted to speak to him എന്ന് ഉത്തരമായി മാറുന്നു. ഇത് ഒരുപാട്, അപ്പൊ ഇതാ ഈ നിയമമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്നുള്ളതാണ്. അടുത്ത നിയമത്തിലേക്ക് റൂൾ നമ്പർ 11 നമ്മൾ വരികയാണ്. അടുത്തതിലേക്ക് റൂൾ നമ്പർ 11. റൂൾ നമ്പർ 11. ഇത് വേറൊന്നുമില്ല, എന്താണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ചോദ്യവാക്കിലല്ല ആരംഭിക്കുന്നത്, സഹായക്രിയയിൽ ആരംഭിക്കുന്നു, ഓക്സിലറി വെർബിൽ ആരംഭിക്കുന്ന ചോദ്യങ്ങളെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്സിലറി വെർബിൽ ആരംഭിക്കുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്സിലറി വെർബിൽ ആരംഭിക്കുന്ന ചോദ്യങ്ങളെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നു. ഇതാ ഞാനൊന്ന് പറയുകയാണ്, ഉദാഹരണത്തിലേക്ക് വരികയാണ്. ഇതാ നോക്ക്, സീത said it to Madhu, quotation, are you reading papers? Are you reading papers? Sita said it to Madhu, are you reading papers? നമ്മൾ നേരത്തെ പഠിച്ചത് ചോദ്യവാക്കിൽ ആരംഭിക്കുന്ന ചോദ്യങ്ങളാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു, സഹായക്രിയയിൽ ആരംഭിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ചോദ്യത്തെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ച നിയമം തന്നെയാണ് ഇത്. എന്താ നോക്കുക, ആദ്യ നിയമത്തില് അതിന്റെ നിയമം ഇങ്ങനെയാണ്, സ്പീക്കർ ആദ്യം എഴുതണം, എന്നിട്ട് മാറ്റമില്ല, ആസ്ഡ് എഴുതുന്നു, ആസ്ഡ് എഴുതിയതിനു ശേഷം ലിസണർ വേണം. നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ് ലിസണർ. അപ്പോൾ സ്പീക്കർ, ആസ്ഡ്, ലിസണർ. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, സഹായക്രിയയിലാണ് ആരംഭിക്കുന്നതെങ്കിൽ അതിനുശേഷം ഒന്നുകിൽ നമ്മൾ ഇഫ് ഉപയോഗിക്കണം, ഇഫ്, അല്ലെങ്കിലോ നമ്മൾ ഉപയോഗിക്കുന്നു വെദർ, WHETHER. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കണം. അപ്പൊ നോക്കുക, സ്പീക്കർ, ആസ്ഡ്, ലിസണർ. ഇനി സഹായക്രിയയിൽ ആരംഭിക്കുകയാണെങ്കിൽ അപ്പോൾ ആ സ്ഥാനത്ത് ഒരു കണക്റ്റീവ് വേർഡായിട്ട് ഒന്നുകിൽ നമ്മൾ ഇഫ് എഴുതണം, അല്ലെങ്കിൽ വെദർ എഴുതണം. ഇതിൽ ഏത് എഴുതിയാലും ശരിയാണ്. വെദർ എഴുതിയാലും ശരി തന്നെയാണ്, ഇഫ് എഴുതിയാലും ശരി തന്നെ. അപ്പോൾ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് ഇഫ് എഴുതണം. അതിനുശേഷം നമ്മൾ എന്ത് എഴുതണം, അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് എഴുതണം. സബ്ജക്റ്റ് എഴുതിയതിനു ശേഷം നമ്മൾ AV, ആക്സിലറി വെർബ് ഉണ്ടെങ്കിൽ എഴുതണം. then the remaining part of the sentence, ആ സെന്റൻസിലെ ബാക്കിയുള്ള ഭാഗം എഴുതുന്നു. ഇതാണ് ഈ രണ്ട് നിയമങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും 90% നമുക്ക് എക്സാമിന് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. സ്പീക്കർ, ആസ്ഡ്, ലിസണർ, ഇഫ് ഓർ വെദർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് AV, ആക്സിലറി വെർബ് പ്ലസ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി സെന്റൻസ്, സെന്റൻസിലെ അവശേഷിക്കുന്ന ഭാഗം. ആക്സിലറി വെർബും വരാം, അതുപോലെ തന്നെ MV, മെയിൻ വെർബും വരാം. ആക്സിലറി വെർബും വരാം, മെയിൻ വെർബും വരാം, MVയും വരാവുന്നതാണ്. നമ്മൾ നോക്കാം ഇതിന്റെ ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, സീത, സ്പീക്കർ എന്ന് പറഞ്ഞാൽ സീതയാണ്. സീത ഞാനിതാ എഴുതി കഴിഞ്ഞു. അടുത്തെന്ത് ചെയ്യുന്നു, ഈ ആസ്ഡിനെ താഴെ ഇറക്കി, ശ്രദ്ധിക്കണം, ആസ്ഡ് എഴുതി.
അടുത്തെന്താ വേണ്ടത്? ലിസണർ ആണ്. ലിസണർ ആരാ? മധു ആണ്. കേൾക്കുന്ന ആളാണ് ലിസണർ എന്ന് പറയും. മധു എഴുതി. സഹായക്രിയയിൽ ആരംഭിച്ചിരിക്കുന്നത് കൊണ്ട് ഇഫോ വേറെ ഉപയോഗിക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? കൊച്ചക്ഷരത്തിൽ സ്മാൾ ലെറ്ററിൽ ഇഫോടെ എഴുതി കഴിഞ്ഞു. ഇഫ് എഴുതി കഴിഞ്ഞു. അപ്പോൾ സ്പീക്കർ എഴുതി, ആസ്റ്റ് എഴുതി, ലിസണർ എഴുതി. ഇനി എന്താ വേണ്ടത്? ഇഫ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അടുത്ത സബ്ജക്റ്റ് ആണ് വേണ്ടത്. സബ്ജക്റ്റ് യു ആണ്. അപ്പോൾ സീത പറയുന്നു നീ എന്ന് പറയുമ്പോൾ മധു ആണ്. ഇത് സബ്ജക്റ്റ് ആണ്. പ്രധാന ക്രിയയ്ക്ക് ശേഷമാണ് സാധാരണ സബ്ജക്റ്റ് വരിക. അല്ല, പ്രധാന ക്രിയയ്ക്ക് മുൻപാണ് സബ്ജക്റ്റ് വരിക എന്ന് പറയാം. അപ്പോൾ മധു ആയതുകൊണ്ട് ഈ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് ഹി ആയി മാറുന്നു. അത് യുവിൻ്റെ മാറ്റത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഹി ആയി മാറി. അടുത്ത് എന്താ വേണ്ടത്? അപ്പോൾ സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞു. ഇനി ഓക്സിലറി വെർബ് ആറാണ് വന്നിരിക്കുന്നത്. 6 വന്നിരിക്കുന്നതോട് ഈസാമാർ വന്നാൽ റിപ്പോർട്ടർ സ്പീച്ചിലെ നിയമം അനുസരിച്ച് ഈ എന്താണ്? വാസോ വേറോ ആയി മാറുന്നു. ഹി ഏകവചനമായതുകൊണ്ട് വാസായി. വാസ്. അടുത്തെന്താ? ബാക്കി എഴുതി കഴിഞ്ഞു. റിമൈനിങ് പഠനട റീഡിങ് പേപ്പേഴ്സ്. റീഡിങ് പേപ്പേഴ്സ്. പേപ്പേഴ്സ് കഴിഞ്ഞ് നിർബന്ധമായി ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ പാടില്ല. ഫുൾ സ്റ്റാപ്പ് ഇടാം. നോക്കുക. സീത ആസ്ക്ഡ് മധു ഇഫ് ഹി വാസ് റീഡിങ് പേപ്പേഴ്സ്. ഇഫ് ഹി വാസ് റീഡിങ് പേപ്പേഴ്സ്. ദെൻ അനദർ എക്സാമ്പിൾ. മറ്റൊരു എക്സാമ്പിളിലേക്ക് കൂടി വരികയാണ്. നിയമം മാറ്റുന്നില്ല. അനദർ എക്സാമ്പിൾ മറ്റൊരു നിയമത്തിലേക്ക് വരികയാണ്. നോക്കൂ. ഹി said it to her, do you know me? Do you know me? He said to her, do you know me? നോയാണ്. Do you know me? ഇവിടെ സബ്ജക്ട് എന്താണ്? സ്പീക്കർ എന്ന് പറയുന്നത് ഹി ആണ്. ആസ്ഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? സെഡ് ഇറ്റ് ടു എന്നുള്ളത് എന്തായി മാറി? ആസ്ഡ് ആക്കി. അടുത്ത് ലിസണർ എന്ന് പറയുമ്പോൾ ഹെർ ആണ്. എഴുതി കഴിഞ്ഞു. അപ്പോൾ ഹി ആസ്ഡ് ഹെർ എഴുതി കഴിഞ്ഞു. ഇനി സഹായക്രിയയിൽ ആരംഭിച്ചിരിക്കുകയാണ്. സഹായക്രിയയിൽ ആരംഭിച്ചിരിക്കുന്നത് കൊണ്ട് എന്താണ്? ഇഫോ വേറെ ഉപയോഗിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു? ഇഫ് എഴുതി. അടുത്തെന്താ വേണ്ടേ? സബ്ജക്റ്റ് യു ആണ്. സെഡ് ഹെർ എന്നാവുമ്പോൾ ഈ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് ഷീ ആയി മാറുന്നു. ഷീ പെണ്ണായതുകൊണ്ട് ഷീ ആയി മാറി. അടുത്തെന്താ വേണ്ടേ? സബ്ജക്റ്റ് ഓക്സിലറി വെർബ് വേണം. ഡു ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡു എന്ന എന്താവും? റിപ്പോർട്ടർ സ്പീച്ചിൽ ഡു വരികയാണെങ്കിൽ അത് ഡിഡ് രൂപമായി മാറുന്നു. റിപ്പോർട്ടർ സ്പീച്ചിൽ ഡു വരികയാണെങ്കിൽ അത് ഡിഡ് രൂപമായി മാറുന്നു. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? ആ ഡിഡ് ഞാൻ എഴുതുകയാണ്. ഡിഡ് കഴിഞ്ഞിട്ട് എന്താ വേണ്ടത്? പ്രധാന ക്രിയ MV. പ്രധാന ക്രിയ ഏതാണ്? നോ. അപ്പോൾ ഡിഡ് പ്ലസ് നോ ഇത് രണ്ടും കൂടി ഒരുമിച്ചാവും. ഡിഡ് പ്ലസ് നോ ഇതിന്റെ ഉത്തരം താഴേക്ക് ഞാൻ എഴുതുകയാണ്. ഇതിന്റെ ഉത്തരം താഴേക്ക് എഴുതുകയാണ്. ഡിഡ് പ്ലസ് നോ എന്തായി മാറുന്നു? ഡിഡ് പ്ലസ് നോ എന്നുള്ളത് എന്തായി മാറുന്നു? ന്യൂ ആയി മാറുന്നു. ന്യൂ എഴുതി. അടുത്ത് മീ എന്ന് വെച്ചാൽ എന്നെ. സംസാരിക്കുന്ന ആള് ഹി ആണ്. മീ എന്നുള്ളത് എന്നെ എന്ന് പറയുമ്പോൾ സംസാരിക്കുന്ന ആള് മീ എന്നുള്ള എന്നെ എന്നുള്ള ഹി ആണ്. ആണായതുകൊണ്ട് മീയുടെ ഓബ്ജക്റ്റ് രൂപം എന്താണ്? ഹീയുടെ ഓബ്ജക്റ്റ് രൂപമായ ഹിം എഴുതുന്നു. നോക്കുക. ഷീ ആസ്ക്ഡ് ഹർ ഇഫ് ഷീ ന്യൂ ഹിം. അപ്പോൾ ഇഫ് ഷീ ന്യൂ ഹിം ഇതാണ് ഇതിന്റെ ഉത്തരം. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാന. ഈ രണ്ട് മാതൃകകളാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസിൽ അവശേഷിക്കുന്നത് അല്ലെങ്കിൽ ഉള്ളത്. അപ്പോൾ ഇത് ഈ രണ്ട് ചോദ്യങ്ങളിൽ നിന്നും ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും നന്നായിട്ട് നോക്കുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമ്മൾ അറിയാൻ. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ഏതാണ്? ഇമ്പരേറ്റീവ് സെന്റൻസും അതുപോലെ തന്നെ എക്സ്ക്ലമേറ്ററി സെന്റൻസ് പിന്നെ മിക്സഡ് ടൈപ്പും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും പഠിക്കുമ്പോഴേക്കും അപ്പോൾ ഇത് തീരുന്നതാണ്. ഇനിയും ഉണ്ട് ഇതിൽ 1-2 നിയമങ്ങൾ കൂടി പ്രധാനപ്പെട്ട നിയമങ്ങളുണ്ട്. താങ്ക് യു വെരി മച്ച്. സീ യു അഗൈൻ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ക്ലാസ് എന്തെങ്കിലും ഗുണകരമാണ് എന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കേണ്ടതില്ല. ഓക്കെ.